ഡോ ഇന്നലെ എന്താ ഉണ്ടായിരുന്നു തനിക്കറിയോ? സംഭവിച്ചു പോയി. സംഭവിച്ചു പോയി. താൻ പറ, എന്താ ഇന്നലെ ഉണ്ടായത്? ടേപ്പല്ലേ? ടേപ്പോ? റേപ്പല്ലേ? ബലാത്സംഗം. മേഡം കൂടി അനുവദിച്ചിട്ടാണല്ലോ ഈ അതിപ്പോ ഒരു സംഭവിച്ചു പോയതല്ലേ. ഒരു മദ്യത്തിന്റെ ഒരു ഇതില് ഇന്ന് കെൽപ്പില്ലാത്തൊരു കുടിക്കാൻ നിൽക്കരുത്. ഇപ്പൊ എന്താ ചെയ്യ? ഇവിടെ പറ്റിപ്പോയതല്ലേ. പറ്റിപ്പോയത് അത് മേഡത്തിനൊന്ന് പറഞ്ഞാ പോരായിരുന്നോ? എന്തോന്ന് പറയാൻ പോണ്? ആ ഹിറ്റ്ലർ സിനിമയിലുള്ള പോലെ ആ സോമ പറഞ്ഞില്ലായിരുന്നോ? അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഉണർന്നേരം മാധവൻകുട്ടി എന്ന് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേഡം ഒന്ന് കരയല്ല, അപ്പൊ വേറെന്തൊക്കെ ശബ്ദമായിരുന്നു കേട്ടത്. താനിപ്പോ എന്റെ കരച്ചിലല്ല നോക്കണത്, ഇതിന് സൊല്യൂഷൻ പറ. മേഡം കൂടി അനുവദിച്ചിട്ടാണല്ലോ ഈ താൻ ഇന്നലെ എന്തിനാണോ ഇതിന് ഉമ്മ വെക്കാൻ വന്നത്? മേഡം എന്തിനാ ഉമ്മ വെക്കുമ്പോ ചുണ്ടിനെ തുറന്നു വെക്കാമെന്ന്? താൻ ഇന്നലെ എന്തിനാ എന്റെ റൂമിൽ കയറി മദ്യപിക്കാൻ വന്നത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. മേഡം അതിൽ നിന്ന് എടുത്തിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാ. അപ്പൊ ഞാനും ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അടിച്ച്. തന്നോട് ഞാൻ പറഞ്ഞു. താനേ എന്റെ കീഴുദ്യോഗസ്ഥനാ. എന്റെ റൂമിൽ വന്ന് വെള്ളടിക്കുമ്പോ ഒരു ഓർമ്മ വേണം. ഇതില് കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ എന്നൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാണ്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞാൻ ഇനി എങ്ങനെ എന്റെ സബോർഡിനേറ്റ് നോക്കൂ? എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? തേഞ്ഞു പോകുന്ന സാധനം നല്ലല്ലോ മേഡം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബിൾ മീനിങ് പറയരുതെന്ന്. ഇതിൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, മേഡം കൂടി കുറ്റക്കാരിയാണ്. അങ്ങനെ എന്റെ മേത്ത് മാത്രം പഴി ചാരുക. എടോ, ഞാൻ തന്റെ മേഡമാണ്. താൻ ഇന്നലെ എന്തൊക്കെ കൊട്ടിക്കുട്ടിന് വല്ല ഓർമ്മയുണ്ടോ? അത് ഓർക്കാൻ എല്ലാത്തിനും കാരണം മദ്യാണ്. തനിക്കിപ്പോ മനസ്സിലാവുന്നുള്ളൂ? എനിക്കത് പണ്ടേ മനസ്സിലായതാ. മേഡം ഇപ്പൊ ഞാൻ മേഡത്തിന്റെ ഒരു താഴ്ന്ന ഒരു അതാണോ മേഡത്തിന്റെ പ്രശ്നം? ആ, ഞാൻ എന്റെ വീട്ടുകാരോട് എന്ത് പറയും? ഞാൻ എന്റെ സബോർഡിനേറ്റോട് എന്ത് പറയും? എനിക്ക് വെറും ഒരു ഏസയായ തന്നെ. മേഡം ഇത് ആരോടും പറയാതിരുന്ന താൻ ഇതിലൊരു സൊല്യൂഷൻ പറ. സൊല്യൂഷൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന പറയല്ലേ. എന്താ സൊല്യൂഷൻ? മാഡം ഒരു സൊല്യൂഷൻ പറയാം. എനിക്കറിയാമെങ്കിൽ ഞാനിവിടെ ടെൻഷൻ അടിച്ച് നടക്കും. പറ്റിപ്പോയല്ലോ. പറ്റിച്ചതാണ് താൻ. ഞാൻ മാത്രല്ലല്ലോ മേഡം, ഞാൻ പറഞ്ഞല്ലോ. മേഡം ഒന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു മേഡം. ഞാൻ കള്ളു കുടിച്ചിട്ട് അറിയാതെ എന്റെ അബോധാവാസം ചെയ്തു പോയല്ലേ. താൻ കാരണമാണ് ഞാനും കള്ളു കുടിച്ചത്. അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. മേഡത്തിന് കള്ളു വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ മേഡത്തിന്. ഞാൻ എനിക്ക് ആവശ്യത്തിന് അത് അവിടെ തന്ന സമയത്ത് ഞാൻ 1-2 പേർക്ക് അടിച്ചു. പിന്നെ മേഡത്തിന് വേണമെന്ന് പറഞ്ഞു, മേഡത്തിന് പിടിച്ചു തന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കൈ ഒഴിഞ്ഞുണ്ടോ? ഞാൻ കൈ ഒഴിഞ്ഞതല്ല മേഡം, ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ആദ്യം ഒന്ന് മേഡത്തിന് വന്ന ഒരു ഉമ്മ വെച്ചതല്ലേ ഉള്ളൂ. അതിൽ ഉമ്മ വെച്ച സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഉമ്മ വെച്ചത് മാത്രമേ മേഡം ഓർമ്മയുള്ളൂ. സത്യം. പിന്നെ എന്തൊക്കെയായിരുന്നു മേഡത്തിന്റെ? ഞാനതൊന്നും പറയുന്നില്ല. താനിപ്പോ അതൊന്നും പറയണ്ട. ഇതിനൊരു സൊല്യൂഷൻ ആക്കാൻ നോക്ക്. ഇതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവുന്നത് അവർ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അല്ലാതെ വേറെ സൊല്യൂഷൻ ആണല്ലോ. സൊല്യൂഷൻ കല്യാണം കഴിക്കലാണല്ലോ അല്ലേ? കല്യാണം കഴിക്കലാണ് സൊല്യൂഷൻ അല്ലേ? വേറെ എന്താ സൊല്യൂഷൻ ഉണ്ടോ?
ഇല്ല. അല്ലേ? കല്യാണം കഴിക്കല്ലേ? അല്ലേ? ഇപ്പഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താ? ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാന്ന് പറയുന്നത് വെറുതെ അല്ല. അത് തനിക്ക് ഇപ്പഴാ മനസ്സിലായത്? എനിക്കത് പണ്ടേ മനസ്സിലായതാ. പക്ഷേ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായത് അതിപ്പോഴാ. ആ